റെഡി റെഡി. ഇല്ലടാ, ബാറ്റി കൊണ്ടാ ബോൾ തെറിച്ചത്. കള്ളം കള്ളം, ഞാൻ കണ്ടതല്ലേ. മിഡിൽ സ്റ്റംപിൽ വന്ന് ധബോന്നിന് വിട്ട് ഔട്ടായി. മര്യാദക്കാ ബാറ്റിംഗാ. ഇനി എന്റെ റൗണ്ടാ. ഞാനും കണ്ടതാ, മുത്തശ്ശൻ ഔട്ട് തന്നെയാ. നിക്ക് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ശംഖുവിന്റെ പന്ത് ദാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇങ്ങനെ ഒരു ചെത്ത്. പന്ത് ദാ ബൗണ്ടറി കിടക്കുന്നു. അല്ലെങ്കിൽ തന്നെ നോക്ക്, സ്റ്റംപ് മറിയണ്ടേ? അങ്ങനെ സ്റ്റെമ്പ് മറിയത്തില്ല. നമ്മെ അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കല്ലേ. മുത്തശ്ശൻ ഔട്ട്. ആ ബാറ്റിംഗ് ഒന്ന്. ബാറ്റിംഗ് ഇതാ. ഗ്രാൻഡ് ഫാദർ യു ആർ ഔട്ട്. നീ പോടാ അവിടുന്ന്. നല്ല സ്റ്റൈലിന് ഒരു അടി അടിച്ചിട്ട് ഔട്ടാണെന്ന് പറഞ്ഞ എങ്ങനെയാ? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ മഹാകള്ളന്മാരാ. ഇക്രമാനെ മോൻ പറഞ്ഞ മുത്തശ്ശൻ ഔട്ടാണോ? അല്ല, ഔട്ട് അല്ല. കള്ളൻ കള്ളൻ. നീയാ കള്ളൻ. യോദർ. റെഡി. ഗ്രാൻഡ് ഫാദർ യു ആർ ഔട്ട്. മുത്തശ്ശൻ ഔട്ട്. മുത്തശ്ശൻ ഔട്ട്. എന്റെ റൗണ്ടിങ്ങളെ ഇതിൽ എന്തെങ്കിലും സവാൽ ഉണ്ടാക്കണം. എന്താ എന്ത് പറ്റി? ക്ലീൻ ബോൾഡാ, എന്നിട്ട് സമ്മതിക്കുന്നില്ല. തർക്കം. ഔട്ടായെങ്കിൽ ബാറ്റം കൊടുക്ക് സാറേ, ഇല്ലെങ്കിൽ ഇങ്ങിതാ ഞാൻ കളിക്കാം. അത് വേണ്ട, ഇനി എന്റെ റൗണ്ടാ. ഓ നിന്റെ റൗണ്ട് എങ്കിൽ നിന്റെ റൗണ്ട്. ഏതായാലും കളി നടക്കട്ടെ. മനുവില്ലേ ഇന്ന് കളിക്ക്? ഇല്ല, ഗവേഷണം. ഹലോ 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 ആരാത് മടയൻ നടുവിലെ? ഹലോ 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 കിട്ടു കിട്ടു. അതേ കിട്ടുവാ. ഞാൻ ഗോമസാണ്. ഞാൻ പറയുന്നത് കേൾക്കാം? நான் பேசுறது கேக்குதா? കേൾക്കാം. நீ அப்போ கூட்டுக்கிட்டு இந்த கரைக்கு வந்துரு. நான் அங்க ஜீப் எடுத்துக்கிட்டு வந்துடுறேன். ஓகே? എന്ത് പറ്റി സാർ? ஒண்ணு இல்ல மடையா, நம்ம மார்த்தாண்டவர்மா வாழ் இல்ல, அதை இன்னைக்கு அமுக்கணும். നമ്മൾ അടുത്ത ബുധനാഴ്ചയല്ലേ പ്ലാൻ ചെയ്തത്? அடுத்த வாரம் ரொம்ப கஷ்டம். இன்னைக்கு ஞாயிற்றுக்கிழமை, நாளைக்கு திங்கக்கிழமை லீவு. செவ்வாய்க்கிழமை நிறைய போலீஸ் காவல் போட சொல்லி நம்ம டிஎஸ்பி சங்கர் நாராயண சொல்லியிருக்காராம். அடுத்த வாரம் அடிக்கணும்னா அந்த வாழை நம்ம சுத்தமா மறந்துட வேண்டியதுதான். புரியுதா? இன்னைக்கு அடிச்சாகணும். சொல்றத புரிஞ்சுக்கிட்டு உடனே புறப்பட்டு வாடா. ஓகே? നിക്ക് നമ്മൾ ഉടനെ തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകണം. മാർത്താണ്ഡവർമ്മയുടെ വാള് മോഷ്ടിക്കപ്പെടാൻ പോകുന്നു ഇന്ന് തന്നെ. അത് നീ എങ്ങനെ അറിഞ്ഞു? ആരോ രണ്ടുപേര് വയർലെസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഒരു ഗോമസം കിട്ടൂ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അച്ഛൻ വരുന്ന വയലിൽ ഞാൻ തനിച്ചു പോകും. അത് വേണ്ട, ഞാനും വരാം. നിങ്ങൾ രണ്ട് തനിച്ചു പോവാതെ കുറച്ച് പോലീസുകാരെ വിളിച്ചോണ്ട്. പോലീസും പട്ടാളവും ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ വാള് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ എത്തിയിരിക്കും. രൗണി, താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കുറച്ച് പോലീസുകാരെ പാലസിലേക്ക് അയക്കാൻ പറ. മുത്തശ്ശ ഞങ്ങളും വരട്ടെ? വേണ്ട വേണ്ട, ഇത് കുട്ടികൾ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കളിച്ചോ. മ്യൂസിയത്തിൽ വന്നവൻ തന്നെ ആയിരിക്കും ഇതും. അവനെ പിടിക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. പിടി കിട്ടിയ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. உங்க பேர் என்ன தம்பி? வாட்ஸ் யுவர் நேம்? തോമസ്. തോമസ്? നൈസ് നെയിം. ഇത് മാർത്താണ്ഡവർമ്മ സിംഹാസനം തന്നെ? അതെ. വാവ്,
അതിൽ തുടരുത്. ഐ എം സോറി. எப்படி நான் ராஜா மாதிரி இல்ல? அதில் இருக்கிறது சார். பரவாயில்ல தம்பி, நான் இருக்கலாம். போன ஜென்மத்தில் அந்த மார்த்தாண்டவர்மா நான் தான். மூஞ்சி பார்த்தா தெரியல? நீ மார்த்தாண்டவர்மா போட்டோ பார்த்தது இல்லையா? இது நம்ம சிம்மாசனம் தான். നിങ്ങൾ ആരായാലും അവിടെ എഴുന്നേൽക്കണം മിസ്റ്റർ. சும்மா சூடாவாத. ஐ எம் சாரி. കുഴപ്പമില്ല അച്ഛാ, go and follow them. I will manage myself. Go.
ഇരിക്കടാ ഇരിക്കടാ. മനു എന്താ ഒന്നും മിണ്ടാത്തത്? കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങുകളങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക്. ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല, മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനെ പറയുന്നത്. ഏതായാലും അച്ഛൻ പോയി, ഇനി പ്രൂവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇല്ലേ? ഞാൻ ഇവനോട് ഇത് തന്നെയാ പറയുന്നത് ആന്റണി. കേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ജോലിയല്ലേ, അത് അവര് ചെയ്യട്ടെ. നമുക്കിപ്പോ വേണ്ടത് മനസ്സമാധാനമാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. പിള്ളേർക്ക് വേണമെങ്കിൽ 1 മാസം കൂടി നിൽക്കാം. അത് കഴിഞ്ഞാലോ മനുവും ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക്. മനു, നീ കൂടുതൽ ആലോചിക്കുന്ന കുഴപ്പം. ഉടനെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. 1 മാസം കൂടെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങ് പോരണമല്ലോ. നിനക്കും ഉമ്മയ്ക്കും അവരുടെ കൂടെ പോരാ. നിന്റെ റിസർച്ച് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. മനുവിന് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിലും ഡൽഹിയല്ലേ കൂടുതൽ നല്ലത്. ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അച്ഛനോ പോയി നമ്മളൊക്കെ എന്നും കണ്ടും കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമാധാനം അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. മനുവങ്ങളും ഉമ്മേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ? അറിഞ്ഞൂടാ. പോയാ പിന്നെ ഇവിടെ ആരാ? ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും. ചിലപ്പം വിൽക്കും. അല്ലേ ശംഖു? ആ വീട് വിറ്റ പിന്നെ വെക്കേഷനുകളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ? വരാലോ. നിങ്ങളുടെ വീടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ. വാ. ബാക്കിയുള്ളവർക്ക് എവിടെ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ? വേണ്ട. റേഡിയോ കേൾക്കണോ? വേണ്ട. മോന് പിന്നെ എന്താ വേണ്ടേ? മനുവങ്ങള് പോണ്ട. എവിടെ? ഡൽഹിക്ക് പോണ്ട. പോണ്ട. മനുവങ്ങള് പോണ്ട. നിനക്കൊന്ന് റീതിങ്ക് ചെയ്യണമെന്ന് തോന്നിയാ? അങ്ങനെ തോന്നിയാ ഞാനും ഉമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റിനങ്ങ് വരും. മനുവങ്ങള് ഡൽഹിക്ക് പോണ്ട. ഇല്ല മോനെ, അങ്കിൾ എവിടെ പോവാനാ? ഇക്രുമോനാ ഭയങ്കര പേര്. ഞാൻ ഡൽഹിക്ക് പോയിക്കളയൊന്നു. നിങ്ങൾ വരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല. അതെന്താ? കളിക്കാൻ പോവാ. കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ. കൊടുത്തേക്കും ചേച്ചി. കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്? ശരി ശരി. വരട്ടെ. പറ്റേ ഉമ്മേ. ടാറ്റാ.